അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് സന്തോഷങ്ങളൊക്കെ സങ്കടകരമായി മാറുന്നത്. ഒരു കുടുംബത്തിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. കല്യാണ വീട് മരണവീടായ നിമിഷം. അവരുടെ ജീവിതത്തിൽ ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത വേദനയായിരിക്കും. പടച്ചറബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, മരണവാർത്തയാണ്. എല്ലാവരും ദുആ ചെയ്യണം. മരണം അങ്ങനെ തന്നെയാണ്. നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് കടന്നു വരുന്ന ഒരു അതിഥി. ആ ഒരു മരണത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ തയ്യാറെടുക്കണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ. ആമീൻ. നമ്മളൊക്കെ എന്തിനൊക്കെയോ വേണ്ടി പരക്കപ്പായുമ്പോൾ നമ്മൾ മറന്നുപോകുന്ന വിഷയമാണ് നമ്മുടെയൊക്കെ മരണം. അത് ഏത് നിമിഷവും കടന്നു വരാം നമ്മുടെ മുന്നിലേക്ക്. ഇന്ന് ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ആടുന്ന ആട്ടത്തിലും മരണപ്പെട്ടു പോവുകയാണ്. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. നമ്മുടെയൊക്കെ ജീവിത അവസാനം വരെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, പലതരത്തിലുള്ള മരണവിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞാൻ എത്തിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുആ ചെയ്തിട്ടുമുണ്ട്. ഇവർക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളുമൊക്കെ പങ്കുചേരുന്നത്. ഈ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. മകളുടെ വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് വീട്ടിലെത്തിയ പിതാവ് കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതുവരെ സന്തോഷത്തിൽ കഴിഞ്ഞ ആ ഒരു കുടുംബം പെട്ടെന്നൊരു നിമിഷം കൊണ്ട് സങ്കടത്തിൽ ആഴ്ന്നു പോവുകയാണ്. പടച്ചറബിൻ്റെ വിധിയെ ആർക്കും തടയാൻ കഴിയില്ല. മരണമെന്നുള്ളത് പടച്ചറബിൻ്റെ ഖലാഖാണ്. അത് പടച്ചറബ് നിശ്ചയിച്ച സമയത്ത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുന്നേ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് നമ്മളൊക്കെ ഒരുപാട് വേദനിച്ചതാണ്. മകളുടെ കല്യാണ ദിവസം ഉപ്പ മകളെ ആശീർവദിക്കുന്ന ആ ഒരു സമയത്ത് ഉപ്പ കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോകുന്ന ആ ഒരു നിമിഷം നമ്മളൊക്കെ വീഡിയോ ആയി കണ്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ മരണപ്പെട്ട് വീഴുന്ന ആ ഒരു രംഗം വീഡിയോയിലൂടെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. പെരിങ്ങമല ചിറ്റൂർ പൊട്ടക്കുന്ന് സ്വദേശി ഷാഫിയാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ കുടുംബത്തിൻ്റെ വേദന നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ആ മകൾക്ക്. ആ മകളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പടച്ച റബ്ബേ, ആ മകൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഈ സംഭവം നടന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പെരിങ്ങമല ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. അവിടെ വെച്ചാണ് ഷാഫിയുടെ മകളുടെ വിവാഹ ചടങ്ങുകൾ. വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞ് ഷാഫി കുടുംബത്തോടൊപ്പം വീട്ടിലേക്ക് മടങ്ങിയതായിരുന്നു. വീട്ടിലെത്തി മണിക്കൂറുകൾ കൊണ്ടാണ് ഷാഫി കുഴഞ്ഞു വീണത്. അവശനായി കുഴഞ്ഞു വീണ ഷാഫിയെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. നമ്മളൊക്കെ എന്തിനൊക്കെയോ വേണ്ടി വാശി പിടിക്കുമ്പോൾ നമ്മൾ മറന്നുപോകുന്നത് നമ്മളെ തന്നെയാണ്. നമ്മുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം. ഓരോ നിമിഷവും നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്താൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും, ഈഗോയും. പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ആളുകൾ. പലതിൻ്റെ പേരിലും വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഓർത്തോ ഓരോ നിമിഷവും നിങ്ങളുടെ മരണത്തെക്കുറിച്ച്. അത് ഓർത്താൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ. സംസാരിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മളൊക്കെ ജനിച്ചത് ഒരു ദിവസം മരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ദുനിയാവിൽ നിന്നും പോകുമ്പോൾ എന്തെങ്കിലും സമ്പാദിച്ചു കൊണ്ടായിരിക്കണം അങ്ങ് പടച്ചറബിലേക്ക് എത്താൻ. അല്ലെങ്കിൽ വെറും ശൂന്യമായിരിക്കും, വട്ടപൂജ്യമായിരിക്കും നമ്മുടെയൊക്കെ മാർക്ക് അവിടെ ലഭിക്കുക. ഞാൻ ഈ പറയുന്നത് വിശ്വാസികളോടാണ്.
നിന്ന നിപ്പിനും ഇരുന്ന ഇരിപ്പിനും കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും ആടുന്ന ആട്ടത്തിലും ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു നിമിഷം ആരും മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ചിന്തിക്കണം. മരിക്കുന്ന നേരത്ത് കൽബിൽ ഈമാൻ ഉറപ്പിക്കണം. അങ്ങനെയുള്ള കളികളായിരിക്കണം നമ്മൾ കളിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. ഞാൻ ഇന്നത്തെ കാലത്തിൻ്റെ ആ പോക്ക് വെച്ച് പറഞ്ഞതാണ്. മരണപ്പെട്ടവർക്ക് നമുക്ക് ആകെ ചെയ്യാനുള്ളത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് ഞാനും നിങ്ങളൊക്കെ പങ്കുചേർന്നത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അർഹമുറാഹിമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബേ. പെട്ടെന്നുള്ള പുടുന്നനെയുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ആരും മുഷിപ്പ് തോന്നരുത്. മരണപ്പെട്ടവരാണ്. എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.